നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ സംരംഭക ഷീല സണ്ണിയെ നമ്മൾ എത്ര പെട്ടെന്ന് മറക്കില്ല. ഷീല സണ്ണിയുടെ സ്കൂട്ടറിൽ നിന്ന് എക്സൈസ് സംഘം മയക്കുമരുന്ന് കണ്ടെത്തുന്നു. തുടർന്നവരെ ജയിലിലടച്ചു. ഒന്നും രണ്ടുമല്ല, 72 ദിവസം. 72 ദിവസം കഴിഞ്ഞവർ പുറത്തിറങ്ങി. എന്നാൽ അതൊരു കെണിയായിരുന്നു, ചതിയായിരുന്നുവെന്ന് പിന്നീട് നമ്മൾ തിരിച്ചറിഞ്ഞു. അതിനേക്കാൾ വലിയ ചതിവ് ചെയ്തത് എക്സൈസ് സംഘം തന്നെ. അവരുടെ സ്കൂട്ടറിൽ നിന്ന് കണ്ടെടുത്തത് വ്യാജ മയക്കുമരുന്ന്. ഷീല സണ്ണിയെ കേസിൽപ്പെടുത്തിയത് ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരി ഏർപ്പാടാക്കിയ മറ്റൊരു സുഹൃത്തായിരുന്നുവെന്ന് പിന്നീട് നമ്മൾ കേട്ടു. ഇപ്പോഴിതാ ആ സംഭവത്തിലെ പ്രതി നാരായണദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. 7 ദിവസത്തിനകം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നാരായണദാസ് ഹാജരാകണം. കഴിഞ്ഞ കുറേ കാലമായി നാരായണദാസ് എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ കേരള പോലീസിനും എക്സൈസിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നിരപരാധിയായ ഒരു വീട്ടമ്മയെ 72 ദിവസം ജയിലിലടച്ച ആ നിയമ സംവിധാനം, അവർക്കിതുവരെ അതിന് കാരണക്കാരനായ നാരായണദാസ് എന്ന ക്രിമിനലിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ കേസിൽ 3 മാസത്തിനുള്ളിൽ കുറ്റപത്രം നൽകാനും അന്തിമ റിപ്പോർട്ട് നൽകി 4 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. ഷീല സണ്ണിയുടെ വാഹനത്തിൽ ലഹരിമരുന്ന് വെച്ചതിന് ശേഷം അക്കാര്യം എക്സൈസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചത് നാരായണദാസ്. ഷീല സണ്ണിയുടെ മകന്റെ ഭാര്യയുടെ സഹോദരിയും ബംഗളൂരുവിലെ വിദ്യാർത്ഥിനിയുമായ ലിവിയ ജോസിന്റെ സുഹൃത്താണ് നാരായണദാസ്. ലിവിയ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് വ്യാജ LSD സ്റ്റാമ്പ് ഷീല സണ്ണിയുടെ സ്കൂട്ടറിൽ വെച്ച് അതിനുശേഷം എക്സൈസിനെ നാരായണദാസ് വിവരമറിയിക്കുന്നത്. മെഡിക്കൽ എക്സാമിനറുടെ പരിശോധനയിൽ ഇത് വ്യാജ LSD സ്റ്റാമ്പാണ് എന്ന് തിരിച്ചറിഞ്ഞു. എങ്കിലും എക്സൈസ് സംഘം ഈ വിവരം മറച്ചുവെച്ചു. അതാണ് ഈ കേസിൽ ഏറ്റവും ഗൗരവമായ തലം. പിന്നീട് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇത് വലിയ വിവാദമായി മാറി. നിരപരാധിയായ ഒരു വീട്ടമ്മയെ ഒരു കള്ളക്കേസിൽ കുടുക്കി 72 ദിവസം ജയിലറയ്ക്കുള്ളിൽ അടച്ചിടുക. എന്തൊരു പ്രാകൃത സംവിധാനമാണിത്! എത്രയെത്ര നിരപരാധികൾ ഇതുപോലെ ജയിലറയ്ക്കുള്ളിൽ കുടുങ്ങിയിട്ടുണ്ടാവാം. എന്നാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഷീല സണ്ണി നിയമവഴികളിലൂടെ സഞ്ചരിച്ചു. തനിക്ക് സംഭവിച്ച ദുരനുഭവം അവർ മാധ്യമങ്ങളിലൂടെ ഉച്ചത്തിൽ പറഞ്ഞു. അതാണ് ഈ സംഭവത്തിന് വലിയ വാർത്താ പ്രാധാന്യം കൈവരാനുള്ള കാരണം. ഷീല സണ്ണിയുടെ വെളിപ്പെടുത്തലുകൾക്ക് തൊട്ടു പിന്നാലെ ഈ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. അതുകൊണ്ട് മാത്രം പല വസ്തുതകളും പുറം ലോകമറിഞ്ഞു. ലിവിയ ജോസും നാരായണദാസും തമ്മിലുള്ള ബന്ധം വ്യക്തമായതോടെ ഇവരെ പ്രതി ചേർത്തു. എന്നാൽ ഷീല സണ്ണി തന്നെ മനഃപൂർവ്വം കൊടുക്കുകയായിരുന്നുവെന്നും 10 ലക്ഷം രൂപ തൻ്റെ അച്ഛനോടും അമ്മയോടും ആവശ്യപ്പെട്ടപ്പോൾ അതിനെ എതിർത്തതിനുള്ള പകയാണ് തന്നോടെന്നും ലിവിയ ജോസ് ആരോപണമുന്നയിച്ചു. ഒട്ടും ചില്ലറക്കാരനല്ല നാരായണദാസ്, വലിയ ക്രിമിനലാണ്. സാമ്പത്തിക തട്ടിപ്പ്, ആൾമാറാട്ടം തുടങ്ങി നിരവധി കേസുകളിൽ ഇയാൾ പ്രതിയാണ്. നാരായണദാസ് 28 ലക്ഷം രൂപയുടെ വഞ്ചനാ കേസിൽ പ്രതിയായിരിക്കവെയാണ് ഷീല കേസിൽപ്പെടുന്നത്. പിന്നീട് ഇയാൾ ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നു. ഇത് തള്ളിയതോടെ ഹൈക്കോടതിയെ സമീപിച്ചു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇയാളുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞില്ല. എന്നാൽ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ പോലീസിനും കഴിഞ്ഞില്ല. പോലീസ് കമ്മീഷണറുടെ അടക്കം വേഷത്തിൽ ഇയാൾ ആൾമാറാട്ടം നടത്തിയതിന് വരെ കേസുണ്ട്. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ഒരു വീട്ടമ്മ 72 ദിവസം ജയിലിൽ കിടക്കുന്നു. പിന്നീട് ജയിൽ വിട്ട് പുറത്തിറങ്ങിയപ്പോൾ പലരും അവരെ തിരിഞ്ഞു നോക്കുന്നില്ല. ചിലർ മുഖം തിരിഞ്ഞു നടന്നു. ഒരു മയക്കുമരുന്ന് കേസിൽപ്പെട്ട പ്രതിയല്ലേ, അതുകൊണ്ട് തന്നെ അവരോട് ഇടപെടാൻ പോലും പിന്നീട് സമൂഹത്തിലെ പലരും മടിച്ചു. ചാലക്കുടിയിലെ തന്റെ ബ്യൂട്ടി പാർലർ അവർ വീണ്ടും തുറന്നെങ്കിലും ആളുകൾ അങ്ങോട്ടേക്ക് കടന്നു ചെല്ലാതായി. ഇതോടെ ഹൃദയം തകർന്ന് അവർ മാധ്യമങ്ങളിലൂടെ എല്ലാം വിളിച്ചു പറഞ്ഞു. 2023 ഫെബ്രുവരി 27-ാം തീയതി ഷീല സണ്ണി തന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ദിവസം. അന്നാണ് ലഹരിമരുന്ന് കൈവശം വെച്ചതിന് ഷീല സണ്ണിയെ എക്സൈസ് പിടികൂടുന്നത്. ഇന്റർനെറ്റ് കോളിലൂടെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം ഷീല സണ്ണിയുടെ ബ്യൂട്ടി പാർലറിന് താഴെയെത്തുന്നു. നേരെ ഷീല സണ്ണിയുടെ അടുക്കലേക്ക്. ചെയ്യാത്ത കുറ്റത്തിനൊരു വീട്ടമ്മ വേട്ടയാടപ്പെട്ടു തുടങ്ങിയത് ആ ദിവസം മുതൽ. ജീവിതത്തിലെ ആ ശപിക്കപ്പെട്ട ദിവസത്തെക്കുറിച്ച് പിന്നീട് പല അഭിമുഖങ്ങളിലും അവർ കണ്ണീരോടെ പലതും പറഞ്ഞു. ചാലക്കുടിയിൽ ഷീ സ്റ്റൈൽ എന്ന ബ്യൂട്ടി പാർലർ നടത്തുകയായിരുന്നു ഷീല സണ്ണി. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും സത്യസന്ധമായി തന്നെ അവർ തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. വൈകിട്ട് 4:30 മണിക്കാണ് ചാലക്കുടി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ സതീശന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ ബ്യൂട്ടി പാർലറിലെത്തുന്നത്. ഷീല സണ്ണിയുടെ പക്കൽ ലഹരി വസ്തുക്കളുണ്ട് എന്ന വിവരം കിട്ടിയിട്ടുണ്ടെന്ന് എക്സൈസ് സംഘം അവരോട് പറയുന്നു. സ്കൂട്ടറും ബാഗുമടക്കം പരിശോധിക്കണമെന്നാണ് എക്സൈസ് ആവശ്യപ്പെട്ടത്. മനസ്സറിവില്ലാത്ത കാര്യമാണല്ലോ, അതുകൊണ്ട് തന്നെ പരിശോധിച്ചാലും ഒന്നുമുണ്ടാകില്ല എന്ന ആത്മവിശ്വാസം.
പക്ഷെ ബാഗിൻ്റെ അറയിൽ നിന്ന് ഒരു കവർ അവർ പുറത്തേക്കെടുത്തു. അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് അപ്പോൾ തന്നെ ഷീല സണ്ണിയുടെ മനസ്സിൽ തോന്നി. ആകെ മരവിച്ച് നിൽക്കുന്ന അവസ്ഥ. ബാഗിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ അവർ തമ്മിൽ പറയുന്നു, ലഹരി സ്റ്റാമ്പാണ്. ആകെ മരവിച്ച അവസ്ഥയിലായിരുന്നു താനെന്ന് ഷീല സണ്ണി പിന്നീട് പറഞ്ഞു. ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതുന്നില്ലല്ലോ. സിനിമാ കഥ പോലെയുള്ള സംഭവങ്ങൾ. പിന്നീടങ്ങോട്ട് ജീവിതത്തിലുണ്ടായത് ഒരു മനുഷ്യാവസ്ഥയെ മാറ്റിമറിക്കുന്ന സംഭവങ്ങൾ. എന്നാൽ ദൈവത്തിൻ്റെ ഇടപെടൽ എപ്പോഴും തനിക്കൊപ്പമുണ്ടായിരുന്നുവെന്ന് ഷീല സണ്ണി വിശ്വസിക്കുന്നു. എക്സൈസ് പരിശോധനയ്ക്ക് വന്നപ്പോൾ സ്കൂട്ടറിൽ നിന്നിറങ്ങിയ താൻ സീറ്റിനടിയിൽ നിന്നൊരു ബാഗ് എടുക്കാൻ ശ്രമിച്ചുവെന്നും അവരെ കണ്ട് പേടിച്ച ആ ബാഗ് അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വെച്ചുവെന്നും ആ ബാഗിൽ നിന്ന് LSD സ്റ്റാമ്പ് കണ്ടെത്തി എന്നുമാണ് ഉദ്യോഗസ്ഥർ മഹസറിൽ എഴുതിയത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമായി. മഹസറിലെ കാര്യങ്ങൾക്ക് യാതൊരു വസ്തുതയുമില്ല. തൻ്റെ നിരപരാധിത്വം ആദ്യം തെളിയിക്കാൻ കഴിഞ്ഞത് കൊടുക്കാനാണെങ്കിലും മഹസറിൽ എഴുതി ചേർത്തിയ വരികളാണ്. അതിനെ ഖണ്ഡിക്കുന്ന CCTV ദൃശ്യങ്ങൾ. എന്നാൽ ലഹരിമരുന്ന് കേസായതുകൊണ്ട് ജാമ്യം ലഭിക്കില്ല. 72 ദിവസം അതുകൊണ്ട് ജയിലിൽ കഴിയേണ്ടി വന്നു. തെറ്റുകാരിയല്ലെന്ന് തെളിയിക്കാൻ ജീവനോടെ ഉണ്ടാകണമെന്ന് മകൾ ഷീല സണ്ണിയെ ജയിലിലെത്തി ഉപദേശിച്ചു. തൻ്റെ ഭർത്താവും മകളും തന്ന ആത്മബലത്തിൽ ജയിലിൽ 72 ദിവസം കഴിച്ചുകൂട്ടിയെന്ന് ആ വീട്ടമ്മ പറഞ്ഞിരുന്നു. മകൾ ജയിലിൽ വരുമ്പോൾ അവൾ ഗർഭിണിയായിരുന്നു. അവളുടെ പ്രസവത്തിന് താനുണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ വിധി മറ്റൊന്നാണല്ലോ. എന്നാൽ മകളുടെ പ്രസവത്തിന് തൊട്ടു മുൻപ് ജയിലിൽ നിന്നിറങ്ങാൻ കഴിഞ്ഞു. അപ്പോൾ 1.5 വർഷമായിട്ടേ ഉള്ളൂ മകൻ്റെ വിവാഹം കഴിഞ്ഞിട്ട്. ഇതിനിടെ 2-3 തവണ മകൻ്റെ ഭാര്യയുടെ സഹോദരി വീട്ടിൽ വന്നിരുന്നു. ലിവിയ എന്നാണ് അവളുടെ പേര്. അന്നൊക്കെ അവൾ സന്തോഷത്തോടെയാണ് പിരിഞ്ഞിരുന്നത്. അവരുമായി ഒരിക്കലും മുഷിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ എന്നോട് വിരോധമുള്ള മറ്റാർക്കോ വേണ്ടി ഈ ക്രൂരകൃത്യം ചെയ്തുവെന്ന് വിശ്വസിക്കാനാണ് ഇപ്പോഴും ഇഷ്ടം. മകൻ്റെ ഭാര്യയുടെ അനുജത്തി ലിവിയയുടെ സുഹൃത്താണ് നാരായണദാസ് എന്ന് മാത്രമേ തനിക്കറിയാമായിരുന്നുള്ളൂ. നാരായണദാസ് എന്നയാളെ നേരത്തെ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ല. ലിവിയ ബംഗളൂരുവിലാണ് താമസം. തന്നോട് വൈരാഗ്യം തോന്നാനും കേസിൽ കൊടുക്കാനും തക്ക പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്കിടയിലില്ലായിരുന്നു. ഷീല സണ്ണി കട്ടയ്ക്ക് നിന്നതോടെ എക്സൈസും പിന്നീട് ക്രൈംബ്രാഞ്ചും നാരായണദാസിനെതിരെയും ലിവിയക്കെതിരെയും തിരിഞ്ഞു. ഇതോടെ ഇരുവരും ഹൈക്കോടതിയെ സമീപിച്ച് തങ്ങളെ വ്യാജ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഹർജി നൽകി. എന്നാൽ ഹൈക്കോടതിയിൽ ഈ ഹർജി വിലപ്പോയില്ല. ഷീല സണ്ണിയുടെ പക്കൽ മയക്കുമരുന്നുണ്ടെന്ന് തങ്ങളെ വിളിച്ചറിയിച്ചത് നാരായണദാസാണ് എന്ന് എക്സൈസ് സംഘം പറയുന്നു. 2024 ജനുവരി 31 ഇയാളെ കേസിൽ പ്രതിയേർത്ത് ക്രൈംബ്രാഞ്ച് തൃശൂർ സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. എന്നാൽ പിടിച്ചെടുത്ത LSD സ്റ്റാമ്പിന്റെ പരിശോധനയിൽ അത് മയക്കുമരുന്നല്ലെന്ന് വ്യക്തമായെങ്കിലും എക്സൈസ് സംഘം അത് മറച്ചുവെച്ചു. ഒരു വീട്ടമ്മയോട് ഇതിൽ പരം എന്തു ക്രൂരതയാണ് നമ്മുടെ നിയമ സംവിധാനങ്ങൾ കാട്ടേണ്ടത്? വ്യാജമായ ഒരാളെ കേസിൽ കൊടുക്കുക, അത് തിരിച്ചറിഞ്ഞിട്ടും അത് തിരുത്താൻ പോലും ആദ്യഘട്ടത്തിൽ തയ്യാറാകാതിരുന്ന എക്സൈസ്. ഷീല സണ്ണി ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് ഈ കേസിൽ വഴിത്തിരിവുണ്ടായത്. കേസ് അന്വേഷിക്കാനും ആരാണ് ഇതിന് പിന്നിൽ യഥാർത്ഥത്തിൽ കളിച്ചത് എന്ന് കണ്ടെത്താനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. തുടർന്ന് വലിയൊരു ഗൂഢാലോചന മറനീക്കി പുറത്തു വരുന്നു. തൻ്റെ സ്കൂട്ടറിൽ വെച്ചിരുന്ന ബാഗിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ചതിന് പിന്നിൽ അടുത്ത ബന്ധുവിൻ്റെ സഹോദരിക്ക് പങ്കുണ്ടാകാമെന്ന് ഷീല സണ്ണി തുടക്കത്തിൽ തന്നെ എക്സൈസിനൊരു മൊഴി നൽകിയിരുന്നു. മയക്കുമരുന്ന് എക്സൈസ് സംഘം ഷീല സണ്ണിയുടെ സ്കൂട്ടറിൽ നിന്ന് പിടിച്ചെടുക്കുന്നതിന് തലേ ദിവസം ആ സ്കൂട്ടർ മരുമകൾക്കും അവളുടെ സഹോദരിക്കും ഓടിക്കാൻ കൊടുത്തിരുന്നു ഷീല സണ്ണി. അതായിരുന്നു ഷീലയ്ക്ക് വിനയായത്. നെറുകെട്ട ഒരു ചതിവ്. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് മകൻ്റെ ഭാര്യയുടെ സഹോദരി. എല്ലാം നിയമത്തിന് മുന്നിൽ കൃത്യമായി തെളിയട്ടെ. അവരെ ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കട്ടെ. 72 ദിവസം ഒരു വീട്ടമ്മ, അതും നിരപരാധിയായ ഒരു വീട്ടമ്മ ജയിലറയ്ക്കുള്ളിൽ കടന്നതിനെ എങ്ങനെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയും? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.